അസ്സലാമലൈക്കും. നെല്ലിക്ക ലേഹം എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളത് ഇങ്ങക്കറിയോ? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ലേശം നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. ഞാനിതാ കഴുകിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക, ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുക്കറിലിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ മാത്രമല്ല ഒരു 3-4 വിസിൽ വന്നോട്ടെ, വെന്ത് കിട്ടണം കേട്ടോ നെല്ലിക്ക. ഇനി ഇതവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്കിതിക്ക് വേണ്ടത് ലേശം ശർക്കരയാണ് കേട്ടോ. ഞാനിത് ഇതിൽ 2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം മധുരം ആവശ്യമാണ് കേട്ടോ, കാരണം നെല്ലിക്ക പുളി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളിത് നെല്ലിക്ക ലേഹം ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും പഞ്ചസാര ആഡ് ചെയ്യരുത് കേട്ടോ, അത് കട്ടാവും. ശർക്കര മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് ഇതേപോലെ കുറച്ച് ദിവസം മുന്നേ ഞാൻ നെല്ലിക്ക ലേഹം ഉണ്ടാക്കുമ്പോൾ മധുരം കുറഞ്ഞപ്പോൾ ഞാൻ ലേശം പഞ്ചസാര ആഡ് ചെയ്തു. പക്ഷെ അത് ഈ രൂപത്തിലാണ് ആയി കിട്ടിയത് കേട്ടോ. അതായത് ഒരു ഹൽവ മോഡലാണ് ആയത്, അതുകൊണ്ട് ഉറച്ച് പോയിട്ടാ. ശർക്കര മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇതേപോലെ ആവും. ഇനി ഞാനിത് ശർക്കര ഉരുക്കാൻ വെക്കുകയാണ്. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, കാരണം വല്ലാതെ വെള്ളമായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്ക നമുക്ക് കുറുകി കിട്ടൂല കേട്ടോ. ഇനി നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മിക്സിയിൽ ലേശെങ്കിലും വെള്ളം ചേരാതെ അടിഞ്ഞ് കിട്ടിയില്ല. അപ്പം ഞാനിതാ ലേശം ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ മിൽമൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നല്ലോണം ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ നെയ്യിനതൊക്കെ നെല്ലിക്കയിൽ ആവണ രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അതിൽ ഒഴിച്ചു കൊടുക്കുക, നല്ലോണം ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം വെള്ളം പാടില്ല, ഇത് ലേശം വെള്ളം കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് വറ്റേണ്ടി വരും കേട്ടോ. അതാണ് വെള്ളം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, കണ്ടില്ല, നല്ല ഒരുപാട് വറ്റേണ്ടി വരും. ഇപ്പോൾ ഞാനിത് ഏകദേശം വറ്റി തുടങ്ങി. ഞാൻ ലേശം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെന്തെന്ന് അറിയില്ല എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ചട്ടിമത പറ്റി പിടിച്ചിട്ടുള്ളത് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ വെന്ത് വരുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഏലക്കായും കറാമ്പൂവും പട്ടയും പൊടിച്ചതും, അതേപോലെ ചുക്ക് വറുത്തിട്ട് പൊടിച്ചതും, അതേപോലെ ചെറിയ ജീരകവും വലിയ ജീരകം കൂടി വറുത്തിട്ട് പൊടിച്ചിട്ടുള്ളതുമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നല്ലോണം ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ലേഹം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ചട്ടിമലൊക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ചട്ടിമന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേഹം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ചൂടായി വന്നതിന് ശേഷം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ലേഹം ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഒന്നും കൂടി മുറുകി വരും. മാത്രമല്ല നമുക്ക് ഇനി ഇതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇപ്പോൾ ചൂടാറിൻ്റെ ശേഷമാണ് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഒരു പൊട്ടണ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 2 കുപ്പിയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സാധനം, കാരണം നെല്ലിക്ക ഔഷധം കൂടി ആണല്ലോ. അപ്പോൾ കാൽഷ്യം കുറവുള്ള കുട്ടികൾക്കും വലിയവർക്ക് എല്ലാവർക്കും കാൽഷ്യം കുറവുള്ളവർക്കൊക്കെ തിന്നാൻ പറ്റിയ അടിപൊളി ലേഹ്യമാണ് കേട്ടോ.